നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 442nd day. Today 6th chapter 42nd ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 442 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 42ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 42ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഫലാഹാരേണ വാ ശ്രാവ്യം ഏകഭക്തേന വാ പുനഃ സുഖസാധ്യം ഭവന്ത്യേത്തു കർത്തവ്യം ശ്രവണായ തത്. ഫലാഹാരേണ വാ ശ്രാവ്യം ഏകഭക്തേന വാ പുനഃ സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായ തത്. ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ 7 ദിവസം നിരാഹാരമായിട്ട് ഉണ്ടായാലും നല്ലതാണ്. ശക്തിയുള്ള പക്ഷം അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നെയ്യോ പാലോ ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ് ഫലഭക്ഷണം സ്വീകരിക്കുന്നതും നല്ലത് തന്നെ. പഴങ്ങൾ മാത്രം കഴിക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു നേരം മാത്രം ഏകഭക്തേന ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നതും കുഴപ്പമില്ല. അവനവന് എങ്ങനെയുള്ള ആഹാരത്തെ സ്വീകരിച്ചാലാണ് സുഖമായിട്ടുണ്ടാകുക, സുഖമായിട്ട് കേൾക്കുവാൻ സാധിക്കുക. ശരീരത്തെ പറ്റിയുള്ള ചിന്തയില്ലാതെ, വയറിനെ പറ്റിയുള്ള ചിന്തയില്ലാതെ എപ്രകാരം ഭക്ഷിച്ചാലാണോ നമുക്ക് സുഖമായിട്ട് ശ്രവിക്കുവാൻ, ശ്രദ്ധയോടുകൂടി കേൾക്കുവാൻ സാധിക്കുക, അപ്രകാരമുള്ള ഓരോരുത്തരും അപ്രകാരമുള്ള അവനവന് പറ്റുന്ന ആഹാര നിയമം സ്വീകരിച്ച് ഇരിക്കണം എന്ന് പറയുകയാണ്. അതായത് കഥാശ്രവണം കേൾക്കുന്നത് മുടങ്ങാതിരിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഭക്ഷണം സ്വീകരിക്കണം. അധികമായി ഭക്ഷിച്ചാൽ നമുക്ക് ദഹനക്കേടൊക്കെ ഉണ്ടായി നമ്മുടെ ശ്രവണത്തിന് വിഘ്നം വരാം. ഭക്ഷിക്കാതിരുന്നാൽ ക്ഷീണമായിട്ടും ശരിയായി കേൾക്കാൻ സാധിക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ ആഹാരക്രമം ഓരോരുത്തരും അവനവൻ്റെ ഇതിനനുസരിച്ച് ഒരു നിയമം ഉണ്ടാക്കി ആ നിയമം പാലിച്ച് ചെയ്യണം. ഒരു നേരം ഭക്ഷിച്ചാലും കൊള്ളാം, അല്ലെങ്കിൽ ഫലാഹാരം ഭക്ഷിച്ചാലും കൊള്ളാം. നിരാഹാരമാണ് സുഖമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണോ ഓരോ ശരീരത്തിനും പറ്റുന്നത് അപ്രകാരമുള്ള ആഹാര നിയമത്തെ കൈവരിക്കണം. എന്തെന്നാൽ ശ്രവണമാണ് മുഖ്യം. വളരെ ശ്രദ്ധയോടുകൂടി സപ്താഹം കേൾക്കണം. അതിന് പറ്റുന്ന രീതിയിലുള്ള ആഹാരക്രമം സ്വീകരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഫലാഹാരീണ വാ ശ്രാവ്യം ഏകഭക്തേന വാ പുനഃ സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായ തത്. ഓം തൽസത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.